അപ്പം വീടിൻ്റെ കിഴക്ക്, വടക്ക്, വടക്ക് പടിഞ്ഞാറ് എന്നീ ദിക്കുകളാണ് പഠനമുറിയായി വരേണ്ടത്. ഏതൊക്കെയാണ്? വീടിൻ്റെ കിഴക്ക്, വടക്ക് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് എന്ന ദിക്കുകളാണ് പഠനമുറിയായി വരേണ്ടത്. പ്രകാശം കൂടുതൽ കിട്ടുന്നത് ഇവയിൽ ഏത് ഭാഗത്താണോ ആ ദിക്ക് തിരഞ്ഞെടുക്കാം പഠനമുറിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. ആ മുറിയുടെ വാതിൽ വടക്കോട്ടോ കിഴക്കോട്ടോ ആകാം. എന്തൊക്കെയാണ്? വീടിൻ്റെ വടക്ക്, കിഴക്ക് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് എന്നീ ദിക്കുകളാണ് പഠനമുറിയായി വരേണ്ടത്. പ്രകാശം കൂടുതൽ കിട്ടുന്നത് ഇവയിൽ ഏത് ഭാഗത്താണോ ആ ദിക്ക് തിരഞ്ഞെടുക്കാം നമുക്ക് പഠനമുറിയായിട്ട് വെക്കാൻ. മുറിയുടെ വാതിൽ വടക്കോട്ടോ കിഴക്കോട്ടോ ആകാം. അപ്പോൾ പഠനമേശ സൗകര്യം പോലെ കിഴക്കോട്ടോ വടക്കോട്ടോ ഇടാം. എങ്കിലും വായിക്കുമ്പോൾ കിഴക്കോട്ട് നോക്കിയിരുന്ന് വായിക്കുന്നതാണ് ഉചിതം. അപ്പോൾ ഇളം പച്ച നിറത്തിലുള്ള ഏതെങ്കിലും പ്രകൃതി ദൃശ്യമോ ഉള്ള ചിത്രങ്ങളോ ഈ ചുമർ നോക്കി പഠിക്കുന്ന, ചുമരിനെ അഭിമുഖമായി നോക്കി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അപ്പോൾ ആ ഒരു ചുമര് ശൂന്യമായിട്ട് ഇടാൻ പാടുള്ളതല്ല. ഒന്നുകിൽ അവിടെ ഈ ലൈറ്റ് കളേഴ്സിലുള്ള ഇളം പച്ച നിറത്തിലുള്ള ഏതെങ്കിലും പ്രകൃതി ദൃശ്യചിത്രങ്ങളോ അപ്പോൾ വേറെ എന്തെങ്കിലും ചെറിയൊരു അലങ്കാരത്തിനുള്ള ചെറിയൊരു സാധനങ്ങളോ വെക്കാവുന്നതാണ്. അപ്പോൾ മുറിയിൽ ആ ഒരു ചുമര് ശൂന്യമായിട്ട് വെച്ചാൽ കുട്ടികളുടെ ശ്രദ്ധ മാറിപ്പോകും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഡാർക്ക് കളേഴ്സ് ചുമരിന് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുട്ടികളുടെ പഠനമുറിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.